ഹലോ. അപ്പോൾ ഞാൻ നേരത്തെ എൻ്റെ സാമ്പാറിൻ്റെ റെസിപ്പി നിങ്ങളെ കാണിച്ചായിരുന്നു. അപ്പോൾ എൻ്റെ സാമ്പാറിൻ്റെ ഫൈനൽ ടച്ചപ്പാണ് ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാനപ്പോൾ പാൻ ചൂടായതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം അതിലേക്ക് ഒരു പിടി കടുകിട്ടു. അപ്പോൾ കടുക് ഇപ്പം നന്നായിട്ട് പൊട്ടിത്തുടങ്ങി. അപ്പോൾ കടുക് മുഴുവനായിട്ട് പൊട്ടിത്തീരട്ടെ. കടുക് കംപ്ലീറ്റ് ആയിട്ട് പൊട്ടിത്തീർന്നാൽ മാത്രമേ നമ്മുടെ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. കടുക് പൊട്ടാതെ കറിയിൽ കിടക്കുകയാണെങ്കിൽ അതൊരു രസം ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇത് കണ്ടോ, ഇതെൻ്റെ നേരത്തെ ഞാൻ നിങ്ങളെ കാണിച്ച സാമ്പാറാണ്. അത് കറക്റ്റ് വേവൊക്കെയായി ഒരു 2-3 വിസിലൊക്കെ കേൾപ്പിച്ച് നല്ല വേവൊക്കെയായി നല്ല അടിപൊളിയായിട്ടിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ സാമ്പാർ താളിക്കാനുള്ള ഐറ്റംസ്. അതും ഞാൻ സൈഡിൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കടുക് കംപ്ലീറ്റ് ആയിട്ട് പൊട്ടി. അതിനുശേഷം ഞാനിതാ ഒരു പിടി ചെറിയ ഉള്ളി വെളിച്ചെണ്ണയിലേക്ക് ഇടുകയാണ്. ഒരു പിടി കുഞ്ഞുള്ളി ഇടുകയാണ്. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവുമല്ലോ. അപ്പോൾ ഉള്ളി നന്നായിട്ട് ആവട്ടെ. അതിന് ശേഷം കുറച്ച് വെളുത്തുള്ളി അരിഞ്ഞത്, പിന്നീട് അതിലേക്ക് ഞാൻ ചേർക്കുന്നത് ഒരു തണ്ട് കറിവേപ്പില. ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് സങ്കടമായി, കാരണം ഞാൻ ഒരു കാര്യം വിട്ടുപോയി. ഞാൻ കുറച്ച് വെണ്ടയ്ക്ക എടുത്ത് നീളത്തിൽ അരിഞ്ഞൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ഈ വെളിച്ചെണ്ണയ്ക്കകത്ത് മൂപ്പിക്കാനായിട്ട്. കാരണം എന്നിട്ടാണ് ഞാൻ സാമ്പാറിലേക്ക് ചേർക്കുന്നത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് ഭയങ്കര വിഷമമായി. അത് വിട്ടുപോയി. ഇനിയിപ്പം ഞാൻ പറയാം, അല്ലാതെ കഴിഞ്ഞ കാര്യം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പിന്നെ അതിന് ശേഷം ഞാനൊരു 3 വത്തൽമുളക് പൊട്ടിച്ചിട്ടു. അതിനുശേഷം ലാസ്റ്റ് കുറച്ചും കൂടി കായം ഞാൻ എണ്ണയിൽ മൂപ്പിക്കുകയാണ്. അപ്പം എണ്ണയിൽ കായം മൂപ്പിക്കുമ്പോഴത്തേനും ഒരു പ്രത്യേക സ്വാദാണ് നമ്മുടെ സാമ്പാറിന്. അപ്പോൾ എല്ലാം കൂടി ഞാൻ ഒഴിച്ച് മിക്സ് ചെയ്യാണ്. എങ്കിലും എനിക്ക് വെണ്ടയ്ക്ക, ഫ്രൈ ചെയ്ത വെണ്ടയ്ക്ക എൻ്റെ സാമ്പാറിൽ കടിക്കുന്നത് ഭയങ്കര ഇഷ്ടമായിരുന്നു. അതൊരു കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റിയാണ് ഞാൻ എന്നും ഇടാറ്. പക്ഷേ ഇന്ന് എനിക്ക് മിസ്സായിപ്പോയി. നിങ്ങൾ ഇത് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വെണ്ടയ്ക്ക കുക്കറിലിട്ട് വേവിക്കാതെ വെളിച്ചെണ്ണയുടെ കൂടെ താളിക്കുന്ന കൂടെ എന്താണേലും ഒരു 5 മിനിറ്റ്സ് മൂപ്പിക്കുക. അത് ഭയങ്കര ടേസ്റ്റാണ് നമ്മുടെ സാമ്പാറിന്. പിന്നെ ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ കുറച്ച് ഉപ്പ് കുറവാണെന്ന് തോന്നി. അതുകൊണ്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്തു. ഉപ്പും കൂടെ ആഡ് ചെയ്തപ്പോഴത്തേനും അപ്പം ഇതാണ് എൻ്റെ ഈസി തട്ടിക്കൂട്ട് സാമ്പാർ. നല്ല അടിപൊളി സാമ്പാറാണ്. അപ്പോൾ ഞാൻ എൻ്റെ സാമ്പാറിൻ്റെ പരിപാടി കഴിഞ്ഞു. പക്ഷേ ഇപ്പോൾ ഞാൻ ഓഫാക്കുന്നില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ കുറച്ച് നേരം കൂടി ചെറു ചൂടിൽ ഇത് കുറച്ച് നേരം കിടക്കുമ്പോൾ നമ്മുടെ ഇപ്പോൾ ലൂസായിട്ടുള്ള ഈ കൺസിസ്റ്റൻസി കുറച്ചും കൂടി ഒന്ന് തിക്കാവും. എനിക്ക് ഒരുപാട്